ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രഭാഷകൻ 15-ും 16 തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഈ ലോകത്തുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് യുവതി-യുവാക്കളെ, എല്ലാ ദുശീലങ്ങളിൽ നിന്നും, മദ്യപാനം, മയക്കുമരുന്ന്, ദൈവവിശ്വാസമില്ലായ്മ, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന എല്ലാവരെയും ഈ തിരുവചന ശക്തിയാൽ വിടുതൽ ലഭിക്കുന്നതിനായി വിശ്വാസത്തോടെ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, എല്ലാ ബലഹീനതകളിൽ നിന്നും, തിന്മകളിൽ നിന്നും, പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ കൊടുക്കണമേ. വിശുദ്ധിയിൽ വളരാൻ അങ്ങയുടെ പരിശുദ്ധാത്മാ നയിക്കണമേ. ആമേൻ. മറ്റൊരു വചനവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.